2 രാജാക്കന്മാർ അധ്യായം 5. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്ന് തൻ്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരെഴുത്ത് തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്തു പുറപ്പെട്ടു. അവൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ എഴുത്തും കൊണ്ട് ചെന്നു. അതിൽ, ഈ എഴുത്ത് കൊണ്ടുവരുന്ന എൻ്റെ ഭൃത്യൻ നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരുന്നു. ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി, അവൻ ഇതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവീൻ, അവൻ ഇതിനാൽ എന്നോട് ഷണ്ഡയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറിക്കളഞ്ഞതെന്ത്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവനറിയും എന്ന് പറയിച്ചു. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുൻപിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്നു. അടുത്തുനിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. ദമ്മേശേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞു. അവൻ ക്രോധത്തോടെ പോയി. എന്നാൽ അവൻ്റെ ഭൃത്യന്മാർ അടുത്തുവന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്നു. അവൻ്റെ മുൻപാകെ നിന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. അപ്പോൾ നയമാൻ, എന്നാൽ 2 കോവർ കഴുത ചുമട് മണ്ണ് അടിയന് തരുവിക്കണമേ. അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കയില്ല. ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. എൻ്റെ യജമാനൻ നമസ്കരിപ്പാൻ റിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എൻ്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും റിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. അവൻ അവനോട്, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ടു കുറേ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി, അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എൻ്റെ യജമാനൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ.
യഹോവയാണ്, ഞാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തൻ്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു. സുഖം തന്നെയോ എന്ന് ചോദിച്ചു. അതിന് അവൻ, സുഖം തന്നെ. ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രയീം മലനാട്ടിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരേണമേ എന്ന് പറവാൻ എൻ്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദയചെയ്ത് 2 താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ചു 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കെട്ടി തൻ്റെ ബാല്യക്കാരിൽ 2 പേരുടെ പക്കൽ കൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് അവൻ്റെ മുൻപിൽ നടന്നു. കുന്നിനരികെ എത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു. അവർ പോകുകയും ചെയ്തു. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനൻ്റെ മുൻപിൽ നിന്നു. എന്നാറെ എലീശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയൻ എങ്ങും പോയില്ല എന്നവൻ പറഞ്ഞു. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ആകയാൽ നയമാൻ്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്നവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിയായി അവനെ വിട്ടു പുറപ്പെട്ടു പോയി. 2 രാജാക്കന്മാർ അധ്യായം 6. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലമുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവീൻ എന്നവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ദയചെയ്ത് അടിയങ്ങളോടുകൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്നവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാങ്കലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം! യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്നവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്നവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്ക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യവുമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെയിരിക്കുന്നു എന്ന് നോക്കുവിൻ. ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്നവൻ കൽപ്പിച്ചു. അവൻ ദോദാനിലുണ്ടെന്ന് അവന് അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ,
നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എലീശയുടെ അപേക്ഷപ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എൻ്റെ പിന്നാലെ വരുവീൻ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവൻ അവരെ ശമരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമരിയയിലെത്തിയപ്പോൾ എലീശ, യഹോവേ, കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ അവരുടെ കണ്ണു തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമരിയയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട്, എൻ്റെ പിതാവേ, വെട്ടിക്കളയട്ടെ, ഞാനിവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അതിന് അവൻ, വെട്ടിക്കളയരുത്, നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. അതിൻ്റെ ശേഷം അരാം രാജാവായ ബെൻഹദദ് തൻ്റെ സൈന്യത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമരിയയെ വളഞ്ഞു. അവർ ശമരിയയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും കാൽക്കബ് പ്രാകാഷ്ടത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. ഒരിക്കൽ ഇസ്രായേൽ രാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട്, യജമാനനായ രാജാവേ, രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അതിന് അവൻ, യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് തന്ന് നിന്നെ രക്ഷിക്കേണ്ടു? കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ എന്ന് ചോദിച്ചു. രാജാവ് പിന്നെയും അവളോട്, നിന്റെ സങ്കടം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഈ സ്ത്രീ എന്നോട്, നിന്റെ മകനെ കൊണ്ടുവാ, ഇന്ന് നമുക്ക് അവനെ തിന്നാം, നാളെ എൻ്റെ മകനെ തിന്നാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ പുഴുങ്ങി തിന്നു. പിറ്റേന്നാൾ ഞാൻ അവളോട്, നിന്റെ മകനെ കൊണ്ടുവാ, നമുക്ക് അവനെയും തിന്നാം എന്ന് പറഞ്ഞാറേ അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. അവൻ മതിലിന്മേൽ നടന്നു പോകുകയായിരുന്നു. ജനം അവനെ നോക്കിയപ്പോൾ അവൻ അകമേ ദേഹം പറ്റെ രട്ടുടുത്തിരിക്കുന്നത് കണ്ടു. ഷാഫാത്തിന്റെ മകനായ എലീശയുടെ തല ഇന്ന് അവന്റെ ഉടലിന്മേലിരുന്നാൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് അവൻ പറഞ്ഞു. എലീശ തന്റെ വീട്ടിൽ മൂപ്പന്മാരോടുകൂടി ഇരിക്കുമ്പോൾ രാജാവ് ഒരാളെ തനിക്കു മുൻപായി അയച്ചു. ദൂതൻ എലീശയുടെ അടുക്കൽ എത്തുന്നതിനു മുൻപേ അവൻ മൂപ്പന്മാരോട്, എൻ്റെ തല എടുത്തു കളവാൻ ആ കുലപാതക പുത്രൻ ആളയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ? നോക്കുവീൻ, ദൂതൻ വരുമ്പോൾ നിങ്ങൾ വാതിലടച്ച് വാതിൽക്കൽ അവനെ തടുത്തുകൊള്ളുവീൻ. അവൻ്റെ യജമാനന്റെ കാലൊച്ച അവൻ്റെ പിൻപിൽ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവൻ്റെ അടുക്കൽ എത്തി, ഇതാ ഈ അനർത്ഥം യഹോവയാൽ വരുന്നു, ഞാൻ ഇനി യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് രാജാവ് പറഞ്ഞു. രണ്ട് രാജാക്കന്മാർ അധ്യായം 7. അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതിൽക്കൽ ശേക്കെലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കെലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു.
അന്ന് കുഷ്ഠരോഗികളായ 4 ആൾ പടിവാതിൽക്കൽ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നതെന്തിന്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും. ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് അരാമ്യ പാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും. അവർ നമ്മെ കൊന്നാൽ നാം മരിക്കേയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു. അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല. കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ ഇതാ, നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രയീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. ആ കുഷ്ഠരോഗികൾ പാളയത്തിൻ്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പട്ടണവാതിൽക്കൽ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു. ഞങ്ങൾ അരാം പാളയത്തിൽ പോയിരുന്നു. അവിടെ ഒരു മനുഷ്യനുമില്ല, ഒരു മനുഷ്യൻ്റെയും ശബ്ദം കേൾപ്പാനുമില്ല. കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു, കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ കാവൽക്കാരെ വിളിച്ചു. അവർ അകത്ത് രാജധാനിയിൽ അറിവ് കൊടുത്തു. രാജാവ് രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് ഭൃത്യന്മാരോട്, അരാമ്യർ നമ്മോട് ഈ ചെയ്തതെന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. നാം വിശന്നിരിക്കുകയാകുന്നു എന്ന് അവർ അറിഞ്ഞിട്ട് അവർ പട്ടണത്തിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ നമുക്ക് അവരെ ജീവനോടെ പിടിക്കുകയും പട്ടണത്തിൽ കടക്കുകയും ചെയ്യാം എന്നുറച്ച് അവർ പാളയം വിട്ടുപോയി വയലിൽ ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, പട്ടണത്തിൽ ശേഷിപ്പുള്ള കുതിരകളിൽ 5 കൊണ്ടുവരട്ടെ, നാം ആളയച്ച് നോക്കിക്കണം. അവർ ഇവിടെ ശേഷിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ സകല പുരുഷാരവും നശിച്ചു പോയിരിക്കുന്ന ഇസ്രായേലിൻ്റെ സകല പുരുഷാരവും എന്ന പോലെ ഇരിക്കും എന്നുത്തരം പറഞ്ഞു. അങ്ങനെ അവർ 2 രഥം കുതിരയെ കെട്ടിക്കൊണ്ടുവന്നു. രാജാവ് അവരെ അരാമ്യ സൈന്യത്തിൻ്റെ പിന്നാലെ അയച്ചു. നിങ്ങൾ ചെന്ന് നോക്കുവീൻ എന്ന് കൽപ്പിച്ചു. അവർ യോർദാൻ വരെ അവരുടെ പിന്നാലെ ചെന്നു. എന്നാൽ അരാമ്യർ തത്രപ്പാടിൽ എറിഞ്ഞു കളഞ്ഞ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും കൊണ്ട് വഴിയൊക്കെയും നിറഞ്ഞിരുന്നു. ദൂതന്മാർ മടങ്ങി വന്ന് വിവരം രാജാവിനെ അറിയിച്ചു. അങ്ങനെ ജനം പുറപ്പെട്ടു, അരാം പാളയം കൊള്ളയിട്ടു. യഹോവയുടെ വചനപ്രകാരം അന്ന് ശേക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കേലിന് 2 സെയ യവവും വിറ്റു. രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയി. നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതിൽക്കൽ ശേക്കെലിന് 2 സെയ യവവും ശേക്കെലിന് 1 സെയ ഗോതമ്പ് മാവും വിൽക്കുമെന്ന് ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്നുത്തരം പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അവണ്ണം തന്നെ അവന് ഭവിച്ചു. പടിവാതിൽക്കൽ വെച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. അവൻ മരിച്ചുപോയി.